ഹലോ എവരിവൺ, വെൽക്കം ടു മാർക്ക് സ്റ്റോറീസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരുപാട് കമൻറ്റ് ഇപ്പോൾ വരുന്നുണ്ട്. നമ്മുടെ ഒരു ഓർക്കിഡ് പ്ലാന്റ് നമുക്ക് സാധാരണ മൺചട്ടിയിൽ നടാമോ എന്നുള്ള ഒരുപാട് കമൻറ്റുകൾ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. സാധാരണഗതിയിൽ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് ശരിക്കും നടുന്നത് ഓർക്കിഡ് പോട്ട്സ് അല്ലെങ്കിൽ ഹോളുള്ള ചട്ടികൾ നമ്മൾ പറയുന്ന ഇതുപോലുള്ള ഓർക്കിഡ് പോട്ട്സ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആണെങ്കിൽ ഇതുപോലുള്ള പോട്ട്സിലാണ് നമ്മൾ സാധാരണ ഓർക്കിഡ്സ് നടാറുള്ളത്. വർഷങ്ങളായിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഓർക്കിഡ്സ് നടുന്നത്. നമ്മുടെ ഇവിടെ കുറച്ച് പ്ലാന്റ്സ് നമ്മൾ ഇത് കണക്കുള്ള സാധാരണ ഒരു ഡ്രെയിനേജ് ഹോൾ മാത്രമുള്ള സാധാരണ മൺചട്ടികളിൽ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടാണ് എല്ലാവരും നമുക്ക് ഇങ്ങനെ ചോദിക്കുന്നത്, ഈ ഒരു പോട്ടിൽ നടുന്നതിൽ പ്രശ്നമില്ലേ, നമുക്കിങ്ങനെ ഇതേ കണക്കുള്ള ഓർക്കിഡ് പോട്ട്സ് വേണ്ടേ എന്നുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഇതേ കണക്കുള്ള സാധാരണ ക്ലേ പോട്ട്സ് നടുന്നതിൽ യാതൊരു പ്രശ്നമില്ല. ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഉപയോഗിക്കുന്ന കരി നല്ല വലിയ കരികൾ യൂസ് ചെയ്യണം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കരി, ഒരുപാട് പൊടിയായിട്ടുള്ള കരിയല്ലാതെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കരികൾ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഹോളുള്ള ചട്ടികൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓർക്കിഡ്സ് ഒരു എപ്പിഫൈറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർക്കിഡിൻ്റെ റൂട്ട്സിന് നല്ലപോലെ എയർ സർക്കുലേഷൻ വേണം. ഈ എയർ സർക്കുലേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റൂട്ട് പെട്ടെന്ന് റോട്ട് വന്ന് പോവുകയോ അല്ലെങ്കിൽ ഡാമേജ് ആയി പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു ഹോളിന് പകരമായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതാണ് ഈ വലിയ കരികൾ എന്ന് പറയുന്നത്. ഈ വലിയ കരികൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു പോട്ടിംഗ് മീഡിയം ഒരുപാട് ഞെരുങ്ങി അങ്ങ് കൺജസ്റ്റഡ് ആയി പോകത്തില്ല. വലിയ കരികളാകുമ്പം പെട്ടെന്ന് ഫില്ലാവത്തുമില്ല. ഇടയിൽ ഒരു എയർ ഗ്യാപ്പ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യും. നല്ല വലിയ എയർ ഗ്യാപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്താണ് ഈ ഒരു പ്ലാന്റ് നടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോളുള്ള ചട്ടിയിൽ കൊടുക്കുന്ന അതേ രീതിയിലുള്ള ഒരു എയർ സർക്കുലേഷൻ അല്ലെങ്കിൽ ആ ഒരു എയർ പോക്കറ്റ്സ് നമുക്ക് ഈ ഒരു സാധാരണ പോട്ടിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് എയർ സർക്കുലേഷൻ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ്സ് ഈ ഒരു സാധാരണ പോട്ടിൽ നിന്നാൽ പോലും നമുക്ക് ഇത്രയും നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നത്.